നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. മലയാള സിനിമയ്ക്ക് പുതിയൊരു ഭാവുകത്വം നൽകിയ സിദ്ദിഖുമായിട്ടുള്ള സംഭാഷണം നമുക്ക് ഈ എപ്പിസോഡിലും തുടരാം. സ്വാഗതം JB ജംഗ്ഷനിലേക്ക്. സിദ്ദിഖും ലാലും കാണിച്ചൊരു അസാമാന്യ ധൈര്യം. ഒന്ന്, ഈ സാധാരണ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് ഇന്നസെൻ്റ്, സായികുമാർ, മുകേഷ്, മാമുക്കോയ ഇവരെയൊക്കെ വെച്ച് ഒരു സിനിമ വിജയിപ്പിക്കാമെന്ന് അന്നാരും വിചാരിക്കില്ല. അതും ഇങ്ങനെയുള്ള മേമ്പടികൾ വെച്ച്. അത് നമ്മൾ കാണിച്ച ധൈര്യമല്ല, നമ്മളെക്കാളേറെ ഫാസിൽ സാറിനുള്ളൊരു വിശ്വാസമായിരുന്നു. ഫാസിൽ സാറാണ് ആ ധൈര്യം. അപ്പം നമ്മൾ ഈ കഥ ഉണ്ടാക്കിയപ്പോൾ ഞാനും ലാലും കൂടി പാചകരെടുത്ത് പറഞ്ഞു, ലാലും മോഹൻലാലും ശ്രീനിവാസനും കൂടി കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പാചക പറഞ്ഞു, നോക്ക് നിങ്ങൾ എഴുതൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ലാലല്ലേ, നമുക്ക് സംസാരിക്കാം, നോ പ്രോബ്ലം. എഴുതി കഴിഞ്ഞപ്പോൾ പാചക പറഞ്ഞു, ഇതിന് മോഹൻലാലും ശ്രീനിവാസനും ഒന്നും വേണ്ട, നിങ്ങൾ രണ്ടുപേരും കൂടി അഭിനയിച്ചാലും ഓക്കെ. അപ്പോൾ ഞങ്ങൾ ചിരിച്ചു. പക്ഷേ അന്ന് പാച്ചിക്ക പറഞ്ഞ എത്ര ശരിയായി നോക്കിയേ. ലാൽ ഇന്ന് മലയാളത്തിലെ അറിയപ്പെടുന്നൊരു നടനായി അല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടി അഭിനയിച്ചാലും ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു. അതാണ് പാച്ചിക്കയുടെ ഒരു ദീർഘദൃഷ്ടി, മുൻകൂട്ടി കാണാൻ. ഞങ്ങളന്ന് നമ്മളെ കളിയാക്കി സൂപ്പർ സ്റ്റാർ പടത്തിൽ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഒരു സേഫ് ലൈൻ അല്ലേ. എന്നിട്ട് പാച്ചിക്ക പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞത്, ഇതിനകത്ത് മോഹൻലാലും ശ്രീനിവാസനും ആണെങ്കിൽ ഈ പടം സൂപ്പർ ഹിറ്റാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ക്രെഡിറ്റ് നിങ്ങൾക്കായിരിക്കില്ല, ഇത് അവരുടെ പടമായി മാറും. ക്രെഡിറ്റ് വേണമെങ്കിൽ നിങ്ങളൊരു പുതിയ ആളുകളെ തന്നെ കണ്ടെത്തും. ആ പടം കണ്ടിറങ്ങിയ ശേഷം ആൾക്കാരുടെ മനസ്സിലേക്ക് വന്നത് സിദ്ദിഖ് ലാലാണ്. അതെ, അത് പാചിക്ക. ഈ പഹയന്മാർ, ഇത് ഒരു പഹയനാണോ രണ്ട് പഹയനാണോ എന്ന് ആർക്കും അറിയണ്ടായിരുന്നില്ല. ഒരുപാട് കാലം ആർക്കും അറിയണ്ടായിരുന്നില്ല. അതെ, അറിയില്ലായിരുന്നു. പിന്നീടാണ് ഒരുപക്ഷെ ദൃശ്യമാധ്യമത്തിൻ്റെ ടെലിവിഷൻ്റെ ആവിർഭാവത്തിലാണ് ആളുകൾ അറിയുന്നത്. അതിപ്പോൾ പലപ്പോഴും എൻ്റെ വൈഫോ അല്ലെങ്കിൽ ലാലിൻ്റെ വൈഫോ ഏതെങ്കിലും ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കടക്കാർ ഇത് സിദ്ദിഖ് ലാലിൻ്റെ വൈഫാണെന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്താറുണ്ട്. അത് രണ്ടുപേരാണെന്ന് പോലും അന്ന് ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അത്തരം കുറേ കാലത്തിന് ശേഷമാണ് ഇത് രണ്ടുപേരാണ് എന്നൊക്കെ അറിഞ്ഞത്. പക്ഷെ ആ ഡിസിഷനൊക്കെ പാച്ചിക്കയുടെയാണ്. ഫാസിൽ സാറിൻ്റെ ആ ഒരു ഡിസിഷനിൽ നിന്നാണ് ഇതൊക്കെ സംഭവിച്ചത്. സിദ്ദിഖ് ഈ പടം വിജയിച്ചു. പിന്നെ ഹിറ്റുകളുടെ ഒരു ആരവമായിരുന്നു. പെരുമഴ, ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനി. ഒരുപക്ഷെ മലയാള സിനിമയുടെ ജാതകം അങ്ങോട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ മാറ്റിമറിച്ചു. നമ്മൾ മാറ്റിമറിച്ചതല്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സംഭവിച്ചതാണ്. നമ്മൾ അതിനു വേണ്ടി ചെയ്തതല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഏറ്റവും സിൻസിയറായിട്ട് ഏറ്റവും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓടിയ ചിത്രങ്ങളിലൊന്നാണ്. അതെ അല്ലേ? അതെ അതെ. ഒരു ശബ്ദധാരാവലി ഇല്ലായിരുന്നെങ്കിൽ ഈ പേര് ഇദ്ദേഹത്തിൻ്റെ പേര് കിട്ടില്ലായിരുന്നല്ലേ? അതെ, എനിക്ക് അന്നൊരു ശീലമുണ്ട്, ഇപ്പം അതില്ല. വെറുതെ ഇരിക്കുമ്പോഴും ഞാൻ ഈ ശബ്ദധാരാവലി എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ ഒരു ശീലമായിരുന്നു. ഡിക്ഷണറി എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും വെറുതെ. 500 എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടപ്പോൾ ഞാനിത് ഇങ്ങനെ വായിച്ചു. അപ്പോൾ കേരളത്തിൽ സെൻറ്റ് തോമസ് വന്നപ്പോൾ ആദ്യം ക്രിസ്ത്യൻ മതം സ്വീകരിച്ച 500 കുടുംബങ്ങളുണ്ട്. അവരെയാണ് 500 അവരുടെ പിൻതലമുറക്കാരെ 500 പിൻതലമുറക്കാരെന്നും പറഞ്ഞിട്ടാണ് ശബ്ദധാരാവലി. അത് വായിച്ച് അടച്ചു വെച്ചപ്പോൾ 500 കൊള്ളാലോ, 500. അപ്പോൾ തന്നെ ഞാൻ കുറിച്ചിട്ടു. ഞാൻ ലാലു വന്നപ്പോൾ പറഞ്ഞു, ലാലേ ഇങ്ങനൊരു പേര് കിട്ടി 500. ലാലു ഒരു ഉഗ്രൻ, ഇത് മതി. അപ്പോൾ ഓരോ നിമിത്തങ്ങളാണത്. എന്തിനാണ് ഞാൻ ആ സമയത്ത് ശബ്ദധാരാവലി തുറന്ന് മറിച്ച് നോക്കിയത്? അവരെ എത്തിയിട്ടുള്ളൂ, അങ്ങോട്ട് പോയിട്ടില്ല. അവിടെ എത്തിയപ്പോഴേക്കും ഇത് വായിച്ചപ്പോഴേക്കും കിട്ടിയപ്പോൾ ഞാൻ പിന്നെ അടച്ചു വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്തു. എവിടെ നിന്നാണ് നമുക്ക് സ്പാർക്ക് കിട്ടുന്നതെന്ന് പറയാം. ഇത് ഇയാൾക്കൊരു പേര് കണ്ടുപിടിക്കാൻ വേണ്ടി തുറന്നതൊന്നുമല്ല, ചുമ്മാ നോക്കിയതാണ്. നോക്കിയപ്പോൾ കിട്ടിയപ്പോൾ ആ 500 എന്ന് പറയുന്ന പ്രയോഗം നല്ല രസമുണ്ടല്ലോ എന്ന് അതിൽ നിന്നൊരു 500 ഉണ്ടായതാണ്. എന്നും പിള്ള ചേട്ടനെ ഇതിനകത്ത് കൊണ്ടുവരാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? പിള്ള സാറിനെ ഞങ്ങൾ പലരെയും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. തിലകൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഡബിൾ റോളായിരിക്കും ചിലപ്പോൾ തിലകൻ ചേട്ടൻ. ഞങ്ങൾ അച്ഛൻ്റെ റോളിന് ഒരാളെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ തിലകൻ ചേട്ടൻ തന്നെ അച്ഛനും മകനും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പലരെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ലാലാണ് ഒരു ദിവസം പറഞ്ഞത്, പിള്ള സാറ് ശരിയാവില്ലേടോ. ഞാൻ പറഞ്ഞു, ശരിയാണല്ലോ, നമ്മൾ ചിന്തിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പച്ചനുമായിട്ട്. പിള്ള സാറിനോട് പറഞ്ഞപ്പോൾ പിള്ള എന്ത് പറഞ്ഞു? പറ്റില്ല. പിള്ള സാറിനോട് പറയുന്നതിന് മുൻപ് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെ കൊണ്ടോ എസ് എന്ന് തിരുത്തി പറയിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. ഒരിക്കൽ പറഞ്ഞതാണ് 500. അപ്പോൾ അദ്ദേഹത്തെ വീഴ്ത്തുന്നതിന് മുൻപ് കുട്ടൻ ഞങ്ങളുമായിട്ട് നല്ല അടുപ്പമാണ്. വിജയരാഘവൻ, കുട്ടൻ എന്നാ വിളിക്കുക. കുട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടൻ ഇങ്ങനെ ഒരു സാറിന് പറ്റിയൊരു കഥയുണ്ട്, കുട്ടനൊന്ന് കേൾക്കുക. അപ്പോൾ അയ്യോ സാറൻ അച്ഛൻ അഭിനയിക്കില്ല, കാരണം അമ്മ മരിച്ചിട്ട് വളരെ ഇതിൽ നിൽക്കുകയാണ്, അഭിനയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ കുട്ടൻ ഈ കഥയൊന്ന് കേട്ടിട്ട് പറ്റുമെങ്കിൽ മാത്രം കുട്ടൻ അച്ഛനോട് പറഞ്ഞാൽ മതി. അത് കുട്ടനെയാണ് ഞങ്ങൾ ഈ കഥ മുഴുവൻ കേൾപ്പിച്ചു.
കുട്ടൻ ഇരുന്ന് കേട്ടിട്ട് പറഞ്ഞു ഇത് അച്ഛൻ ചെയ്യും, ഞാൻ സമ്മതിപ്പിച്ചോളാം. പക്ഷേ ഇപ്പം അമ്മയുടെ മരണം കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ഞാനതിന് ഒരു സമയം പറഞ്ഞ് ഞാനത് ഏറ്റു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടനെ വിളിക്കും. കുട്ട ഇല്ല സ്ഥിതിക്ക് ഇല്ല ലാലേ, ഞാൻ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഒരു ദിവസം കുട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വന്നോളൂ. അച്ഛൻ അവസാനം കഥ കേൾക്കാമെന്ന് സമ്മതിച്ചു. അതില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കഥ കേൾക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ വരണം, ചിലപ്പോൾ നാളെ, ചിലപ്പോൾ അച്ഛൻ മാറ്റിക്കളയും. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. പോകുമ്പോൾ കോട്ടയത്ത് അന്നില്ലാത്ത വെള്ളപ്പൊക്കം. ഇവരുടെ സ്ഥലം ഒളശ എന്ന് പറയുന്ന സ്ഥലത്താണ്, കുറച്ച് താഴ്ന്ന സ്ഥലമാണ്. കോട്ടയത്തെ മേളിൽ നിന്ന് പെയ്യുന്ന മഴ മുഴുവൻ ഈ ഒളശയിലാണ് വരുന്നത്. അവിടെ വെള്ളം പൊങ്ങിയിട്ട് വണ്ടികളൊന്നും പോവില്ല. ഞങ്ങൾ പോകുമ്പോഴൊക്കെ ആളുകൾ വണ്ടി പോവില്ല കേട്ടോ, പക്ഷെ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം നാളെ ആയാൽ അവർ വന്നില്ലല്ലോ, ഇനി ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ പോയി. അങ്ങനെ ഞങ്ങൾ ഈ കാറ് തള്ളി, ഞാനും ലാലും അപ്പച്ചനും കൂടി ഡ്രൈവറും കൂടി തള്ളിയാണ് അവിടെ. അപ്പോൾ പിള്ള സാറ് അന്തം പെട്ടു, നിങ്ങൾ ഈ വെള്ളപ്പൊക്കത്തിൽ എങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ പറഞ്ഞു ഇന്ന് വരണമെന്നാണ് കുട്ടൻ പറഞ്ഞത്. നാളെ വന്നാൽ പോരായിരുന്നു. നാളെ വരുമ്പോൾ സാർ പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്നലെ അല്ലേ പറഞ്ഞത്, പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി. അപ്പോൾ സാറ് ചിരിച്ചിട്ട് കഥ കേൾക്കാം. അതിന് മുൻപ് എനിക്ക് ഒരു ചോദ്യത്തിന് മറുപടി പറയണം. എന്നെ തന്നെ ഈ കഥയിലിടാനായിട്ട് എന്താണ് നിങ്ങളുടെ റീസൺ? അപ്പം ഞങ്ങൾ പറഞ്ഞു സാർ, ഈ കഥയിൽ കഥാപാത്രം എന്ന് പറയുന്നത് വളരെ ശക്തനാണ്, ശാരീരികമായിട്ട് ദുർബലനാണ്. 5 മക്കളെ വരച്ച വരയിൽ നിർത്തുന്ന ആളാണ്. കുടിയന്മാരെ വളരെ ശക്തരായിട്ടുള്ള 4 മക്കൾ അവരെ വരച്ച വരയിൽ നിർത്തുന്നയാളാണ്. അങ്ങനെ ഒരാളെ ഇല്ല. അയാളെ സാർ അവതരിപ്പിക്കുകയാണെങ്കിൽ സാറിനെ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ ശക്തനാണ്. അതിന് വലിയ സീൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വേറെ ആരെങ്കിലും വെച്ചാൽ നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരുപാട് സാറിനത് വേണ്ട. സാറ് അങ്ങനെ ഒരു ഇമേജ് നാടകത്തിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, വളരെ സ്ട്രോങ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സാറിനെ കാണിക്കുമ്പോൾ തന്നെ കിട്ടും. ആ നാടകത്തിന് സാറുണ്ടാക്കിയ ഇമേജ് ഞങ്ങൾക്ക് ഉപയോഗപ്പെടും. അതുകൊണ്ടാണ് സാറിന് ഒറ്റ ചിരിച്ചു സാറ് അത് കൊള്ളാം എന്ന് കഥ കേൾക്കട്ടെ. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ നർമ്മത്തോടൊപ്പം മറ്റൊരുപാട് സെൻറ്റിമെൻറ്റ്സിനും നിങ്ങളുടെ സിനിമയിൽ സ്ഥാനമുണ്ട്. സാധാരണക്കാരൻ്റെ എല്ലാ വിരഹവും വിഷമം ബുദ്ധിമുട്ടുകൾ എല്ലാ ഭാവതലങ്ങളും സിദ്ദിഖിൻ്റെയും ലാലിൻ്റെയും തിരക്കഥകളിൽ നിന്ന് മിന്നിമറിയുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, സിദ്ദിഖിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് പറയുന്നത്. അദ്ദേഹത്തിന് കൊണ്ടുവരേണ്ട സമയമായിരിക്കും. ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ സിദ്ദിഖിൻ്റെ ചലച്ചിത്രങ്ങളിൽ ഹാസ്യകരുണങ്ങളുടെ, അതായത് ഹാസ്യ ദുരന്തങ്ങളുടെ സമ്മിശ്രമായ സംയോജനത്തിൽ നിന്ന് ജനിക്കുന്ന ഭാവങ്ങളാണ് പൊതുവെ ഉൾച്ചേർന്നിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ സഹജമായ സർഗാത്മകതയെ പ്രകടിപ്പിക്കുന്നതോ അതോ അദ്ദേഹം പ്രേക്ഷക മനസ്സുകളെ മനസ്സിലാക്കി മനഃപൂർവ്വമായി സൃഷ്ടിക്കുന്നതോ എന്നതാണ് അദ്ദേഹത്തോടുള്ള പ്രധാനമായ ചോദ്യം. ഇതാണ് തുറവൂർ വിശ്വംഭരൻ സാർ. ഞാൻ നേരത്തെ ശിഷ്യനോടൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. സാധാരണ അധ്യാപകരോടാണ് നമ്മൾ ചോദിക്കുക. ഇപ്പോൾ അദ്ദേഹം ഒരു സംശയം നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്. അതെ, അത് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്ന കാര്യം. പിന്നെ എല്ലാ ചിരിയുടെയും ബേസ് എന്ന് പറയുന്നത് വേദന തന്നെയാണ്. വേദനയാണ്. അപ്പോൾ വേദനയില്ലാതെ ചിരിയില്ല. അപ്പോൾ വേദനയെ മാറ്റി നിർത്തുന്ന ചിരിയാണ് നമ്മളെല്ലാ ചിരികളെയും കഴമ്പില്ലാത്ത ചിരി എന്ന് പറയുന്നത്. നമ്മൾ പല ചിരികളെയും ഇതൊരു അർത്ഥമില്ലാത്ത ചിരി, കഴമ്പില്ലാത്ത പൊള്ളച്ചിരി എന്ന് പറയുന്നത് വേദനയെ അതിൽ നിന്നും മാറ്റുമ്പോഴാണ്. ഞാൻ അല്ലെങ്കിൽ ലാലു ഒക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ വേദനയോട് ചേർത്ത് തന്നെയാണ് ഈ ചിരിയെ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഈ ചിരിക്ക് ഒരു കാലത്തിനപ്പുറത്തേക്ക് വരാൻ സാധിക്കുന്നതും ഒരുപാട് പേര് അതിൻ്റെ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. ഇപ്പോൾ സാറ് പോലും ചോദിച്ചത് ഞാനിത് എൻ്റെ സിദ്ധിയാണോ അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം പ്രേക്ഷകന് വേണ്ടി ചെയ്യുന്നതാണോ എന്നുള്ള. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമല്ല. എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും ഭംഗിയായി ചെയ്യാൻ പറ്റും ഈ സമയത്ത് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്ന നമ്മുടെ തോന്നലുകളെയാണ് ഞാൻ എപ്പോഴും. സിദ്ദിഖിൻ്റെ സ്വഭാവത്തിൽ ഈ പറഞ്ഞ ഒരുപാട് വേദനകൾ തന്നിലേക്ക് ആവാഹിക്കുന്ന ഏറ്റെടുക്കുന്നൊരു സ്വഭാവം ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. സിദ്ദിഖിൻ്റെ സ്വന്തം കുടുംബത്തിൻ്റെ എല്ലാ ദാരിദ്ര്യവും സിദ്ദിഖിലേക്ക് ഏറ്റെടുത്ത് അതിന് പരിഹാരം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് വീണ്ടും വിപുലമായ കുടുംബത്തിൻ്റെ ബാപ്പയുടെ അനിയൻ്റെ കുടുംബത്തിലേക്ക് പോയി. അങ്ങനെ മൊത്തം കുടുംബത്തിൻ്റെ ഒരു ഭാരം സിദ്ദിഖ് തലയിലേക്ക് ഏറ്റെടുത്തത്. അങ്ങനെ
അങ്ങനെയില്ല. ഒരു കുടുംബസ്ഥരാണ്. കുടുംബസ്ഥരാണ്. എൻ്റെ ഇഷ്ടങ്ങളാണ്. എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഫാമിലി എല്ലാവരും എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട. അവരുടെയൊക്കെ എന്ത് പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോഴും അത് എൻ്റെയും കൂടി പ്രശ്നമായിട്ട് മാറും. ഒരിക്കലും ഇതെന്തിന് ഞാനത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പലരും എന്നെ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷേ എനിക്കതൊരു മാറി നിൽക്കാൻ പറ്റില്ല. ഞാനും അതിനകത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ആ സമയത്ത് എനിക്ക് എന്താണ് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്യും. അത് സിദ്ദിഖില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുടുംബം വലിയ തകർച്ചയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ ഞാൻ ഇങ്ങനെ സമ്പാദിക്കുന്നതിന് മുൻപും ഒക്കെ കുടുംബം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സാമ്പത്തിക ലെവലിലുണ്ടായിരുന്നു. സാമ്പത്തിക സിറ്റുവേഷനിലേക്ക് വളരെ ഇല്ല എന്നൊന്നുള്ളൂ, ഉണ്ടാകുമായിരുന്നു. എല്ലാവരും അധ്വാനിച്ച് അങ്ങനെ പോകുമായിരുന്നു. ഒരു സോസമായിട്ട് സാധാരണ ഇന്ന് കാണുന്ന ഒരു സൗകര്യങ്ങളുടെ ഒരു പരിസരം ഉണ്ടാവില്ലായിരുന്നു. അത്ര ഉണ്ടാവും. ചിലപ്പോൾ വേറെ ആരെങ്കിലും പല മേഖലകളുണ്ടല്ലോ. ഇപ്പോൾ ഇത് തന്നെ അല്ലല്ലോ, ബിസിനസ് ചെയ്തും വരാമല്ലോ. സിദ്ദിഖും ലാലും തമ്മിൽ പരസ്പരം സഹായിക്കുമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും പരസ്പരം സഹായിക്കുമായിരുന്നു. ഒരുപക്ഷെ ഒരേ കുടുംബ സാഹചര്യങ്ങളായിരുന്നു അല്ലേ ഞങ്ങളുടെ രണ്ടുപേരും. എനിക്ക് തോന്നുന്നു ലാൽ കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് സ്ട്രോങ് ആയിരുന്നു. അവരുടെ ലാലിൻ്റെ ഫാദറും അപ്പനും ഒക്കെ കച്ചവടക്കാരായിരുന്നു. വെറ്റിലക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ്വേയിലെ ഏറ്റവും വലിയ പുകയില വെറ്റിലത്തിൻ്റെ ഹോൾസെയിൽ കച്ചവടക്കാരായിരുന്നു. ഒരുപാട് ആൺമക്കളുണ്ട്. പക്ഷെ അവരൊക്കെ കലാകാരന്മാരായിരുന്നു. കലയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ടാണ് അവർ കച്ചവടം കളഞ്ഞത്. ലാലിൻ്റെ അപ്പനാണെങ്കിലും ലാലിൻ്റെ ഇളയപ്പനാണെങ്കിലും ഒക്കെ കലാകാരന്മാരായിട്ട് കലയുടെ പുറകെ പോയിട്ട് ദശിച്ചവരാണ് അവർ. സിദ്ദിഖിൻ്റെ ഈ സഹായ മനസ്ഥിതിയെക്കുറിച്ച് ലാലിന് എന്തോ പറയാനുണ്ട്? എന്താ സിദ്ദിഖ, പുലിമടയിൽ പെട്ടിരിക്കുകയാണോ? ബ്രിട്ടാസേ, എനിക്ക് സിദ്ദിഖിനോടോ അല്ലെങ്കിൽ സിദ്ദിഖിന് എന്നോടോ ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല. അതൊന്നും കൊണ്ടല്ല. ഞാൻ സിദ്ദിഖിനോട് ചോദിച്ചാലും സിദ്ദിഖ് എന്നോട് ചോദിച്ചാലും അതിനെന്തായിരിക്കും ഉത്തരം പറയുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് പറയേണ്ട സമയത്ത് പറയാതിരുന്ന ഒരു കാര്യം പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളൊക്കെ സിനിമയിൽ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, റാംജിറാവിനൊക്കെ ശേഷം, അന്ന് എൻ്റെ സഹോദരിയുടെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ കല്യാണത്തിന് സ്ത്രീധനമായിട്ട് അല്ലെങ്കിൽ പോലും കുറേ സ്വർണവും പണവും കൊടുക്കണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ തട്ടിക്കൂട്ടി എന്തൊക്കെയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവരൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരുന്ന ഒരു തുകയും സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊരിക്കലും ഞങ്ങളപ്പോൾ ഒന്ന് മയൂര പാർക്കിൽ എഴുതാതിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും വലിയ ടെൻഷനിലാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവളുടെ കയ്യിലിട്ടിരുന്ന ഒരു ബ്രേസ്ലെറ്റ് നഷ്ടപ്പെട്ടു പോയി, എൻ്റെ സിസ്റ്ററിൻ്റെ. അത് വലിയ ഷോക്കായിരുന്നു അന്ന്. കാരണം ഒരു എവിടെ നോക്കിയോ നുള്ളിപ്പെറുക്കി എത്തിയിരിക്കുന്ന ഒരു എമൗണ്ടിൽ നിൽക്കുമ്പോഴാണ് സംഭവിച്ചത്. വല്ലാത്ത വിഷമമായി. അപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ ചെറിയ മാല ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് അതിനകത്തേക്ക് കൂട്ടാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, അത് വേണ്ട, അത് കഴുത്തിൽ കിടക്കുന്നതല്ല, ഇത്രയും നാളായിട്ട് കിടക്കുന്നില്ല, മാറ്റണ്ട, ദൈവം ഒരു വഴി കാണിച്ചു തരും. പിന്നെ ഞാൻ അവിടുന്ന് പോരുന്ന വഴിക്ക് മയൂര പാർക്കിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് എടപ്പള്ളി പള്ളിയിൽ ഇറങ്ങിയിട്ട് പ്രാർത്ഥിച്ചു. വളരെ തളർന്ന അവസ്ഥയായിട്ട് ഞാൻ മയൂര പാർക്കിൽ തിരിച്ചു വന്നു. അപ്പോൾ സിദ്ദിഖ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരിക്കുക. ഞാൻ വന്ന് ബെഡിൽ കിടന്നു. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ലാതെ കിടക്കുന്ന സമയത്ത് സിദ്ദിഖ് കയറി വന്നു. ഭക്ഷണം കഴിച്ചിട്ട് വന്നാണ്. ഞാനിരിക്കുന്ന സിദ്ദിഖ് വെച്ചോട്ടോ, കല്യാണമൊക്കെ ആയിരിക്കല്ലേ, പൈസയൊക്കെ ആവശ്യം ഉണ്ടാവില്ല അല്ലേ? ഞാൻ പറഞ്ഞു ഹാ. അപ്പോൾ അയാൾ കയ്യിലൊരു പൊതി വെച്ചിട്ട് പറഞ്ഞു, കുറച്ച് പൈസ എൻ്റെ അടുത്തുണ്ട്, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപകരിക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ പണം കണ്ടപ്പോൾ ഏറ്റവും സന്തോഷം വന്ന, അല്ലെങ്കിൽ കരഞ്ഞു പോയിട്ടുള്ള, അല്ലെങ്കിൽ ദൈവം നേരിട്ട് മുമ്പിലേക്ക് വന്നിട്ടുള്ള ഒരവസരം തോന്നിപ്പോയ ഒരു നിമിഷമായിരുന്നു അത്. അന്ന് സിദ്ദിഖിനോട് താങ്ക്സ് ഒന്നും പറഞ്ഞില്ല, ഒരു ഫോർമുല കണ്ടാന്ന് കരുതി. പക്ഷെ അത് പറയേണ്ടത് തന്നെയാണ്. സിദ്ദിഖ, താങ്ക്സ്. ഇതാണ് ഞാൻ ലാലും. മനസ്സിലായി. ലാല് മനസ്സിൽ വിഷമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല അതൊന്നും. പക്ഷേ എൻ്റെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്കെവിടെ നിന്നോ കിട്ടിയ പൈസ ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചു, ഈ പൈസ കിട്ടുമ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് നീനാമ്മയുടെ കല്യാണമാണ്, ലാലിന് പൈസ ആവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ആ പൈസയുമായിട്ട് വന്നിട്ട് എനിക്കറിയില്ല ലാലിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ലാൽ അത് പറഞ്ഞിട്ടുമില്ല, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ലാൽ കല്യാണമൊക്കെ അല്ല, എനിക്ക് പൈസ വരില്ല, ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനത് ലാലിൻ്റെ കയ്യിൽ കൊടുക്കുകയായിരുന്നു. അപ്പോൾ
അതാണ് ഞങ്ങൾ തമ്മിലുള്ള മനസ്സിൻ്റെ പൊരുത്തം എന്ന് പറയുന്നത്. അല്ല, എത്ര സമയത്താണ് അത് ലാലിപ്പോഴാണ് അത് പറയുന്നത്. ഇപ്പോൾ എനിക്ക് പോലും എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ കരയാത്ത ആളാണെന്ന് ഞാൻ നേരത്തെ വേണ്ട അല്ല, ഇതൊരു സുഖമുള്ള കണ്ണുനീരാണ്. കാരണം എനിക്കറിയില്ലായിരുന്നു ലാൽ അത്രയും വിഷമിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ആ വിഷമം എനിക്കെങ്ങനെയോ മനസ്സിലായി എന്നുള്ളത് പോലെയല്ലേ അതവിടെ വന്ന്. ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും എന്നല്ലേ തോന്നുക. അപ്പോൾ ഇതാണ് ദൈവം എന്ന് പറയുന്നത്. ഞങ്ങളെ രണ്ടുപേരെയും അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. സിദ്ദിഖിൻ്റെ കണ്ണിൽ വന്ന ഈ കണ്ണുനീരാണ് ഒരുപക്ഷെ ഒരുപാട് പ്രേക്ഷകർക്ക് ചിരിയോടൊപ്പം നിങ്ങൾ സമ്മാനിച്ചത്. തീർച്ചയായിട്ടും എത്ര എളുപ്പത്തിൽ സിദ്ദിഖിൻ്റെ മനസ്സിൻ്റെ ആ അതിലോലമായ ഭാവത്തെ ലാലിൻ്റെ ഈ വാക്കുകൾക്ക് സ്വാധീനിക്കാൻ പറ്റി. അതെ, അല്ല ഞാൻ ഇപ്പോഴും ഞാനത് ആലോചിക്കുന്നത്, ലാൽ അത്രയും വിഷമം അന്ന് പറഞ്ഞിട്ടില്ല. ലാലിന് അത്രയും വിഷമം, സാമ്പത്തികമായിട്ട് അത്രയും കുഴപ്പത്തിലാണ് ലാൽ എൻ്റെ അടുത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ലാൽ തന്നെ അത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ലാൽ വികാരാധീനായി. ആ വികാരാധീന സിദ്ദിഖിൻ്റെ കണ്ണിൽ കാണാൻ പറ്റി. സിദ്ദിഖിൻ്റെ കണ്ണിൽ കരച്ചു വന്നപ്പോൾ എനിക്കും ആ ഒരു വിഷമമായിപ്പോയി. ഇത് വേദനയല്ല, ഇതൊരു സന്തോഷമാണ്. സന്തോഷ കണ്ണീരെന്ന് പറയില്ലേ, നമ്മൾ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ലാലാണ് ഇരിക്കുന്നതെങ്കിൽ ലാലെന്ന് പറയുന്നത് റിട്ടാസ് എൻ്റെ കണ്ണീര് വിറ്റ് കാശാക്കാൻ നോക്കുകയാണ്. അത് ലാലിൻ്റെ സ്വതസിദ്ധമായ ഒരു നേച്ചറാണ്. ലാല് സെൻസ് ഓഫ് ഹ്യൂമർ അപാരമാണ്. ലാല് സ്പോണ്ടേനിയസ് ആയിട്ട്, ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയുന്നവരെ കണ്ടിട്ടുള്ള ഒന്ന് എൻ്റെ ഫാദർ, പിന്നെ ഒന്ന് ലാലിൻ്റെ ഫാദർ, പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ, പിന്നെ ലാല് സൈനുദ്ദീൻ. ലാലിന് ഏത് സന്ദർഭത്തിലും തമാശ പറയാനും തമാശ ഉണ്ടാക്കാനും ഉള്ള ഒരു അപാരമായ സിദ്ധിയുണ്ട് ലാലിന്. കുഴപ്പമാകുന്ന തമാശകൾ വരെ ലാല് പറയും. ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ചിത്ത പറയില്ല, താനത് എന്ത് തമാശകൾ പറയാൻ പാടില്ലായിരുന്നു, അയാൾ കുഴപ്പമില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ലാല് പറഞ്ഞു, എടോ ഈ തമാശ ഈ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതിന് ചാൻസ് ഇല്ല, ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടുപോയ തമാശയല്ല. അവിടെ നിന്ന് അയാൾ ഇത് പറഞ്ഞു, ഇയാളിത് പറഞ്ഞപ്പോൾ ഈ തമാശ ഇനി എനിക്ക് പറയാൻ ജീവിതത്തിൽ സമയം കിട്ടില്ല. അയാൾ ഇനി എന്ത് വിചാരിച്ചാലും ശരിയാണ്, അത് പറഞ്ഞു ഞാൻ. അയാൾക്കത് തമാശയാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പോട്ടെ. നന്നായി സാമ്പത്തികമായ കണക്കൂട്ടലും ലാലിലുണ്ടല്ലോ. അങ്ങനെ കണക്ക് കൂട്ടലല്ല ലാലിന്, അംബീഷ്യസ് ആണ് ലാല്. കണക്ക് കൂട്ടി ചെയ്യുന്നതല്ല ലാല്. വളരെ മുൻകൂട്ടി കാര്യങ്ങൾ ഇങ്ങനെ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല, ഇതൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന. ലാഭത്തോട് പ്രത്യേകിച്ചൊരു വൈമുഖ്യമില്ല. അങ്ങനെ സിനിമ ഒരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റിയാണ്, അത് ലാഭം ടാർഗറ്റ് ചെയ്ത് ചെയ്യാറില്ല. ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക, അത് ലാഭം കൊണ്ടുവരും എന്നുള്ള ഒരു ഫിലോസഫി ഉള്ള ആൾ തന്നെയാണ് ലാൽ. അല്ലാതെ പൈസ ഉണ്ടാകും, പൈസ. ലാലിൻ്റെ മകനും ലാലിൻ്റെ വഴിത്താരയിലാണ്. തീർച്ചയായിട്ടും ലാലിൻ്റെ ഒരു സക്സസ്ഫുൾ കരിയറിൽ തന്നെയാണ് തുടക്കം. ആ സക്സസ് നിലനിർത്താൻ സാധിക്കും, കാരണം അതിനുള്ള ഒരു ശ്രമം ജീൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഉണ്ട്. സിദ്ദിഖിന് 3 പെൺമക്കളാണ്, എനിക്ക് 3 പെൺകുട്ടികളാണ്. സിദ്ദിഖിന് എപ്പോഴും ഇടനെഞ്ചിലൊരു വിഷമമുണ്ടെന്നോട് മമ്മൂക്ക പറഞ്ഞു, ഒരു ആൺകുട്ടി ഇല്ലാതെ പോയല്ലോ. ഇല്ല, അത് മമ്മൂക്കൊക്കെ തോന്നുന്നതാണ്. എനിക്കങ്ങനെ വിഷമം തോന്നിയിട്ടില്ല ഒരിക്കലും. കാരണം ഈ പെൺകുട്ടികളെ ആൺകുട്ടികളെ കൊണ്ടുവരുമല്ലോ, 3 മക്കളെ. മൂത്തയാൾ സുമയ, രണ്ടാമത്തെ ആൾ സാറ. 2 പേർ വിവാഹം കഴിഞ്ഞു. ഇത് സുക്കൂൻ, ഇവള് നടക്കില്ല, സെറിബ്രൽ പാൽസി, വീൽ ചെയറിലാണ്. അതാണ് ഇടനെഞ്ചിലുള്ള ദുഃഖം എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ഇതൊക്കെ. പക്ഷേ എങ്കിൽ പോലും മകളോടുള്ളൊരു സ്നേഹം എപ്പോഴും സിദ്ദിഖിലിങ്ങനെ വല്ലാതെ സ്പിരിച്ചിരിപ്പുണ്ട്. അത് നമ്മൾ എപ്പോഴും നമ്മുടെ സ്വകാര്യതയിലെ ഏകാന്തമായ നിമിഷങ്ങളിൽ ആദ്യം ഓടിവെത്തുന്നത് ഈ കുട്ടിയെക്കുറിച്ചുള്ള ടെൻഷനാണ്. അത് എൻ്റെ മാത്രമല്ല, വൈഫിൻ്റെ. ഇപ്പം ഞങ്ങളുടെ ഈ 5 പേരുടെ ഫോട്ടോയിൽ 4 പേരെയും വൈഫിനെയും നോക്കിയാൽ അത് മനസ്സിലാവും. വൈഫിൻ്റെ മുഖത്ത് മാത്രമാണ് ഒരു ചിരിയില്ലാത്തത്. സിദ്ദിഖിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയും മകളൊന്നും നടക്കണമെന്ന് തന്നെയാണ്. എന്നെക്കാളും കൂടുതൽ പ്രാർത്ഥിക്കുന്ന വൈഫാണ്. കാരണം വൈഫാണ് അവൾ ത്രൂ ഔട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വേറെ ആര് ചെയ്താലും അവൾ ഒരു ടോയ്ലറ്റിൽ കൊണ്ടുപോയാൽ പോലും അവൾ കോപ്പറേറ്റ് ചെയ്യില്ല. അപ്പോൾ വൈഫ് തന്നെ വേണം. ബുദ്ധിക്കൊന്നും വലിയ കുഴപ്പമില്ല, എല്ലാം നോർമലാണ്. നടക്കില്ല, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, പെൺകുട്ടിയല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വയസ്സാകും തോറും അവളെ ആര് എന്ന് പറയുന്ന ഒരു ടെൻഷൻ നമുക്കെപ്പോഴും ഉണ്ട്. അത് ഈ പറയുന്ന ഈ തമാശകളുടെ കൂടെ ഉള്ളൊരു വേദന പോലെ ഇങ്ങനെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കുക. എല്ലാം കൂടി ദൈവം എല്ലാ സൗഭാഗ്യങ്ങളും ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റണമെന്നില്ല. തീർച്ചയായിട്ടും ഈ സൗഭാഗ്യങ്ങളുള്ളപ്പോൾ ഇതില്ലാത്തൊരവസ്ഥയിൽ ഈ കുട്ടിയായിരുന്നെങ്കിൽ എന്തായിരിക്കും?
അല്ലേ? അപ്പം നമ്മളെപ്പോഴും ആ ഒരു പോസിറ്റീവായിട്ടാണ് ചിന്തിച്ചിട്ട് സമാധാനിക്കുകയാണ് ചെയ്തത്. എന്തായാലും സിദ്ദിഖിൻ്റെ പ്രാർത്ഥന നിറവേറട്ടെ. ഒരുപക്ഷെ ആ കുട്ടി എഴുന്നേറ്റ് നടക്കുന്ന ഒരു ദിനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. അങ്ങനെ പല അത്ഭുതങ്ങളുടെയും യഥാർത്ഥ ഉപയോക്താവും ഗുണഭോക്താവുമാണ് സിദ്ദിഖ്. തീർച്ചയായിട്ടും സിദ്ദിഖിൻ്റെ അത്ഭുതമാണ്. അതെ, 24 വർഷം മുൻപ് നിങ്ങൾ ഇങ്ങനെ ഒരു വലിയൊരു പൊസിഷനിലെത്തും, ഇങ്ങനെ ഒരു വലിയ ഡയറക്ടറാകും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിരിക്കുമായിരുന്നു അല്ലേ? പക്ഷെ അത് സത്യമാണ് എന്ന് പറയുന്നത് പോലെ ഇന്ന് ഇന്ത്യയിലെ പുകൾപ്പെട്ട ഒരു 100 ഡയറക്ടർമാരിൽ ഒരാളാണ് സിദ്ദിഖ്. അങ്ങനെയും പറയാം. പലയിടത്തു നിന്ന് എവിടെയൊക്കെ എത്തിയിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ എത്തപ്പെടുമ്പോൾ പോലും മനസ്സിലൊരു വിഷമമുണ്ട്. ലാലിനെ ഇടയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. എത്ര വർഷത്തെ ഞങ്ങൾ ഇപ്പോൾ കരിയർ തുടങ്ങുന്ന മിമിക്രി കാലഘട്ടം മുതൽ ഞാനും ലാലും അല്ലേ ഏറ്റവും കൂടുതൽ ദിനരാത്രങ്ങൾ ഷെയർ ചെയ്ത്. ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചാണ് ഉറങ്ങുന്നത്, ഒരുമിച്ചാണ് പോകുന്നത്, ഒരുമിച്ചാണ് എല്ലാം ഒരുമിച്ചല്ലേ. അപ്പോൾ ആ ഒരു കാലഘട്ടം എപ്പോഴും മിസ് ചെയ്യും. ഈ അഭിമുഖത്തിന് വേണ്ടി ഞാനൊന്നും തയ്യാറെടുത്തില്ല. എന്താ കാരണം വെച്ചാൽ ഇപ്പം സിദ്ദിഖിനെ ഇപ്പോൾ ഒരാളോട് സംസാരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പ് വേണ്ട. സിദ്ദിഖ് ഒരു തുറന്ന പുസ്തകമാണ്. ഒരു കാര്യവും ചോദിക്കരുത് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്ത് ചോദിക്കാമെന്ന്. പക്ഷെ ഒരു ചോദ്യം ഞാൻ ചോദിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. അതെന്തായിരിക്കും? പിരിയാനുള്ള കാരണം. എന്താ കാരണം അറിയോ? എനിക്ക് ഈ പാവം പിടിച്ച സിദ്ദിഖിനെ കൊണ്ട് വെറുതെ കള്ളം പറയിപ്പിച്ച് ഒരു പേര് എന്താ പറയണ്ടേ, ഈ ഒരു പെരുദോഷം എനിക്ക് ഉണ്ടാക്കി കിട്ടാതെ ഞാൻ വിചാരിച്ചു. കറക്റ്റല്ലേ? കറക്റ്റ്. എന്ത് ഞാൻ ഇത് എങ്ങനെ തിരിച്ചിട്ട് ചോദിച്ചാലും സിദ്ദിഖില്ലാലും കള്ളേ പറയുള്ളൂ. അത് ഓരോ പ്രാവശ്യവും കള്ളം പല രൂപത്തിലും ഭാവത്തിലും മാറി മറിഞ്ഞു വരും. ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചാൽ സിദ്ദിഖ് പറയാൻ പോകുന്ന ചോദ്യം ഇതാണ്: ബ്രിട്ടാസെ, ലാൽ എന്നുള്ളൊരു മഹാകലാകാരനെ ഞാനിങ്ങനെ കൂട് തുറന്ന് വിടുകയായിരുന്നു. അനന്തവിഹായുസിലേക്ക് അവൻ പറന്നുയർന്ന് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്നില്ലല്ലോ ഒരു കോപ്പ്. അപ്പം ഞാൻ അതിൽ അഭിനയിക്കുന്നു വിചാരിച്ചാൽ കുന്ത എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആ ചോദ്യം സ്കിപ്പ് ചെയ്യാം. അത് തന്നെയല്ല, ഇത്രയും പ്രഷറുണ്ടായിട്ടും പറയാതിരിക്കണമെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ടാകും എന്നും വിചാരിക്കാമല്ലോ. ഞാൻ വീണ്ടും ഒരുപക്ഷെ സിദ്ദിഖിനെ JB ജംഗ്ഷനിൽ കൊണ്ടുവന്നാൽ ഒരു 5 വർഷത്തിന് ശേഷം അല്ല 3 വർഷത്തിന് ശേഷം ഈ JB ജംഗ്ഷൻ എന്നുള്ള പ്രോഗ്രാം അന്നുണ്ടെങ്കിൽ സിദ്ദിഖിന് അന്ന് പറയാൻ പറ്റുമോ? അത് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ആർക്കും ഗുണമില്ല. അതറിഞ്ഞിട്ട് ഗുണം സിനിമയ്ക്കോ അതിൽ ബന്ധപ്പെട്ടവർക്കും ഗുണമില്ല. കുറേ പേര് വേദനിപ്പിക്കാമെന്ന് മാത്രം. അപ്പോൾ അത് വെറുതെ നിന്നൊരു ഉത്തരം കിട്ടി. അതായത് ഇതുവരെ പിരിയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാരണങ്ങളൊക്കെ കള്ളമായിരുന്നു എന്ന് സിദ്ദിഖ് വളരെ സമർത്ഥമായി പറഞ്ഞു. അതെ, ഇതാണ് സിദ്ദിഖിന് നിഷ്കളങ്കത. സിദ്ദിഖ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാൽ പ്രൊഡക്ഷൻസ് ഇതാ ഹിറ്റ്ലർ. ഇത് ഏത് കഥാപാത്രമായിരുന്നു? ഇത് ഹൃദയഭാനു എന്നാണ് പേര്. മമ്മൂക്കയുടെ കഥാപാത്രം പറയുന്നുണ്ട്. ഇവൻ മാത്രമല്ല, ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ വിഡ്ഢികളാണ്. ഇങ്ങനെ ആരെങ്കിലും പേരിടുമോ എന്ന് ചോദിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും സഹപ്രവർത്തകനോ കൂട്ടുകാരനോ ആണോ അത്? ഈ ഇൻസിഡൻ്റൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ഞങ്ങളുടെ ഗ്യാങ് എല്ലാവരും കൂടി. അപ്പോൾ ഒരു പെൺകുട്ടിയും അവളുടെ ബ്രദറും കൂടി നിൽക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരുത്തന്നെ അവളെ ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെ കാണിക്കലും ഈ ബ്രദർ തിരിഞ്ഞു നോക്കിയത് ഒപ്പോയി പോയി. അപ്പോൾ അയാൾ കണ്ടു എന്നുള്ളത് ഇവനും മനസ്സിലായി, ഞങ്ങൾക്കും മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. അയാൾ പിന്നെ ഇവനെ തന്നെ നോക്കുമ്പോൾ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ്. അയാൾ കുറേ നേരം നോക്കി നിന്നിട്ട് എന്തോ ഞരമ്പ് രോഗം വെച്ചിട്ട് അയാൾ പോയി. ആ സാധനമാണ് ഇത് പണ്ട് പലപ്പോഴും ഈ കണ്ണൊന്ന് അടച്ചു കാണിച്ചിട്ട് ആരും കണ്ണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് രോഗമാണെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ല സിദ്ദിഖ്? അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ തന്നെയാണ് ജീവിതം, സിനിമ. അതെ, ഞാൻ എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് സിനിമ ഉണ്ടാക്കുക. എനിക്കറിയാൻ പാടില്ലാത്ത ഒരാളുകളെ കുറിച്ച് ഞാൻ എങ്ങനെ കഥ ഉണ്ടാക്കും. പക്ഷെ ഈ കഥ ഉണ്ടായപ്പോൾ എനിക്കതൊരു കോൺഫിഡൻസ്. സൽമാൻ ഖാനെ വെച്ചാണ് അതെ സിദ്ദിഖ് ബോഡി ഗാർഡ് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തത്. അതെ, മറ്റൊരു ദൃശ്യഭാഷ നൽകി. സൽമാന് എങ്ങനെ സിദ്ദിഖിനോട് പ്രതികരിച്ചു? വലിയ പുലികളുടെ കൂടെയും കടുവകളുടെ കൂടെയൊക്കെ ഇങ്ങനെ വിരാജിച്ചിരുന്നൊരു സിംഹം ഈ മാൻബയുടെ കൂടെ എങ്ങനെയാണ്? സൽമാൻ ഒരു ഗുഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. വളരെ ഒരു സൂപ്പർ
മെഗാസ്റ്റാറാണ്, അതിനോടൊപ്പം തന്നെ ഒരു നല്ല ഹ്യൂമൻ ബീയിങ്ങാണ്. അയാൾക്ക് വളരെ പെട്ടെന്ന് നന്മയും കലാകാരനും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അയാൾ ഈ സിനിമ കണ്ടിട്ട് അയാളാണ് ഡിസൈഡിങ് ഫാക്ടർ. അയാൾ പറയണത് വേണ്ട, ഇത് ഹിന്ദിയിലെ ഏതെങ്കിലും ഡയറക്ടറെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നടക്കില്ല. കാരണം അങ്ങേരുടെ ഡിസിഷൻ അപ്പുറത്തേക്ക് വേറൊരു ഡിസിഷൻ ഇല്ല. പക്ഷേ സൽമാൻ ഈ സിനിമ കണ്ടിട്ട് പറഞ്ഞത് ഈ ഡയറക്ടർ തന്നെ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോഴും സൽമാൻ പറയുകയാണ് ഈ ഡയറക്ടർ തന്നെ മതി. എന്നിട്ട് ഇവർ എനിക്ക് ഫോൺ തരികയാണ്. ഫോൺ ചെയ്ത് അങ്ങേര് വളരെ ഇഷ്ടപ്പെട്ടു. എപ്പോഴാണ് കയറി വരിക ബോംബെക്ക്? ഞാൻ പറഞ്ഞു ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുകയായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചു എപ്പോഴാണ് നമ്മളിത് തുടങ്ങുക? ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ തമിഴ് തുടങ്ങുകയാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു സിനിമ ഇപ്പോൾ തുടങ്ങുകയാണ്, ദബാങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പടവും കൂടി, അത് കഴിഞ്ഞിട്ട് റെഡിയോ എന്തോ കൂടി, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമല്ലോ. ഒരു കണക്കിന് അവിടെയും സിദ്ദിഖിന് ഭാഗ്യം തുണച്ചു. ഈ ദബാങ് ആണ് സൽമാനെ ഒന്നും കൂടി സ്പിൻ ചെയ്ത്. അതെ, അത് റിലീസായിട്ടില്ല, റീലോഞ്ച് ചെയ്ത സൽമാനെയാണ് സിദ്ദിഖിന് കിട്ടിയത്. മറിച്ച് താഴാതിരിക്കുന്ന സൽമാനാണ് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ബോഡി ഗാർഡിന് ഇത്രയും ഇനിഷ്യൽ കിട്ടണം എന്നില്ല. പതുക്കെ പിടിക്കും, എന്തായാലും പിടിക്കും. പക്ഷേ ഇത്രയും ആദ്യ ദിവസം തന്നെ പെരുന്നാൾ 23 കോടി കളക്ഷൻ ഉണ്ടായിരുന്നു. അതെ, 100 കോടി നാലാം ദിവസം ടച്ച് ചെയ്തു. അതായിരുന്നു ഏറ്റവും ഫാസ്റ്റായിട്ട് 100 കോടി ടച്ച് ചെയ്ത ആദ്യത്തെ സിനിമ. പക്ഷെ സിദ്ദിഖിന് ഈ ഒരു സാമ്പത്തിക ലാഭത്തിൻ്റെ ഒരു ഗുണമൊന്നും സിദ്ദിഖിന് കിട്ടിയില്ല എന്നാരോ പറഞ്ഞു. അതൊരിക്കലും അങ്ങനെ കിട്ടില്ലല്ലോ. അല്ല, എന്നാലും ഒരു സാധാരണഗതിയിൽ ഒരു സംവിധായകന്, ഒരു ഹിറ്റ് ഉണ്ടാക്കിയ സംവിധായകന് കിട്ടണ്ട. നമുക്കതിൻ്റെ ഒരു ഗുഡ് വില്ലില്ലേ, ഗുഡ് വില്ല് തന്നെയാണ് അതിൻ്റെ എപ്പോഴും നമുക്ക് കിട്ടുന്ന ബോണസ് എന്ന് പറയുന്നത്. അല്ലാതെ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഷെയറിങ് നമുക്കിവിടെ ആ ഒരു രീതിയില്ല. അതൊക്കെ ഹിന്ദിയിൽ നിന്ന് പഠിച്ചത് എന്താണ്? പഠിച്ച പാഠം എന്താണ് പ്രധാനം? ഹിന്ദിയിൽ നിന്ന് പഠിച്ച മാർക്കറ്റിംഗ്. സിദ്ദിഖ് ബോഡി ഗാർഡുമായിട്ട് ബോളിവുഡിനെ കീഴ്പ്പെടുത്തിയല്ലോ. അതൊരു മാറ്റമല്ലേ, വലിയ മാറ്റമല്ലേ. സിദ്ദിഖ് ഇവിടുന്ന് വണ്ടി കയറി കോയമ്പത്തൂർ പോകുന്ന പോലും ആരും വിചാരിച്ചിട്ടില്ല സിദ്ദിഖിൻ്റെ പഴയ സ്വഭാവത്തിൽ. സിദ്ദിഖ് അവിടെ തമിഴിൽ കൊണ്ട് തിമിർത്താടി ഇപ്പോഴും സിദ്ദിഖിനെ കുറിച്ച് ചില ആൾക്കാർ പറഞ്ഞു. സിദ്ദിഖിന് അവിടെയും ഒരു തന്ത്രപരമായിട്ടുള്ള പാളിച്ചയുണ്ട്. തമിഴിൽ പല ജാടകളും വേണം. നിപ്പിലും നടപ്പിലും പ്രവൃത്തിയിലും ഒക്കെ വേണം. അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതൊക്കെ എനിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. സൂപ്പർ സ്റ്റാറുകളെ എടുത്ത് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ സ്റ്റാറുകളെ തന്നെ എടുക്കാൻ പാടും. ഓഫ് ബീറ്റ് മൂവികളിലേക്കൊന്നും തമിഴ് പോകാൻ പാടില്ല. അവിടെ അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു. അതായത് ഞാനത് കഴിഞ്ഞിട്ട് ചെറിയ ആക്ടറാണ്, പ്രസന്നയെ വെച്ച് സിനിമ എടുക്കുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അത്ഭുതമാണ്. നിങ്ങൾ വിചാരിച്ചാൽ വിജയുടെ ഡേറ്റ് കിട്ടും, സൂര്യയുടെ ഡേറ്റ് കിട്ടും, പിന്നെ എന്തിന് നിങ്ങൾ ചെറിയ ആർട്ടിസ്റ്റുകളെ വെച്ച് സിനിമ? എനിക്ക് അത്ഭുതം തോന്നി. എനിക്ക് ഈ കഥയിലൊരു ചെറിയ ആർട്ടിസ്റ്റ് മതി. പിന്നെ എനിക്കങ്ങനെ ഈ കഥയിൽ ഒരു വിജയെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കൊരു കൊച്ചു കഥ എടുക്കണം എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് അവരുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ധാരണ. അപ്പോൾ നമ്മൾ ചെറുതാകുന്നു എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അവിടുത്തെ കൊമേഴ്സ്യൽ വ്യവസായത്തിൻ്റെ ഒരു അലിഖിത നിയമമാണ് സിദ്ദിഖ്. അതെ, അതൊക്കെ തെറ്റാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പം എൻ്റെ തന്നെ വാല്യൂ ഞാൻ കുറയ്ക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ എനിക്കങ്ങനെ ഒരു വാല്യൂ ഞാൻ ഇട്ടിട്ടില്ലല്ലോ, നിങ്ങളിടുന്നതല്ലേ. ക്രോണിക് ബാച്ചിലർ, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു വേറൊരു ധാരയിലൂടെ ഒരുപക്ഷെ നർമ്മത്തോടൊപ്പം തന്നെ കഥയ്ക്ക് വലിയൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് സിനിമ ഉണ്ടാക്കി. ക്രോണിക് ബാച്ചിലറൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മമ്മൂക്ക അല്പം ഡൗൺ ആയിരിക്കുന്ന സമയം. അതെ, ഹിറ്റ്ലറിൻ്റെ സമയത്തും അതെ, ഹിറ്റ്ലറിൻ്റെ സമയത്തും മമ്മൂക്ക താഴെയായിരുന്നു. അവിടെ നിന്നാണ് ഒരു ധൈര്യമായിരുന്നു തിരിച്ചു വരുന്നത്. ക്രോണിക് ബാച്ചിലറും വരുന്നതും മമ്മൂക്കയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സാധനമല്ലേ, അതിനങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ലല്ലോ. ഒരു ഇറങ്ങിയ 1-2 സിനിമകളുടെ പേരിലാണോ മമ്മൂക്കയെ വിലയിരുത്തേണ്ടത്? മമ്മൂക്കയുടെ എത്രയോ ആ ഒരു മഹാനടൻ്റെ ഒരു നാറായ വേര് കണ്ടു. തീർച്ചയായിട്ടും ഇനിയും ഉണ്ട് മമ്മൂക്കയിൽ. ക്രോണിക് ബാച്ചിലർ ഇത് ഇന്നസെന്റ് ഇംപ്രവൈസ് ചെയ്തതാണോ അതെയോ സിദ്ദിഖ് പറഞ്ഞു കൊടുത്തതാണോ? അത് ഇന്നസെന്റ് ഏട്ടൻ്റെ ഇംപ്രവൈസേഷനാണ്. പോകാൻ നേരത്ത് ചെമ്പരത്തി പൂവല്ലേ എന്ന് പറയുന്നത് അത് ഇന്നസെന്റ് ഏട്ടൻ്റെ ഇംപ്രവൈസേഷനാണ്. അങ്ങനെ ആർട്ടിസ്റ്റുകൾ എപ്പോഴും ചെറിയ 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 ഇംപ്രവൈസേഷൻസ് ഒക്കെ ചെയ്യും. ഒരേ സമയത്ത് പലതരത്തിലുള്ള നടന്മാരെ കാസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം സിദ്ദിഖ് കാണിച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് വേറെ ആരുമല്ല, സിദ്ദിഖിന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ. മിമിക്രിയുമായിട്ട് നടക്കുന്ന കാലം തൊട്ടുള്ള പരിചയമാണ് നമ്മൾ തമ്മിൽ.
പക്ഷേ ഒരു സിനിമ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമേ എനിക്കുണ്ടായുള്ളൂ കൂടെ. ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണവും ഒരുപക്ഷെ ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ കളഞ്ഞൊരു അധ്യായമാണത്. എന്തായാലും ഒരു സിനിമ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഫ്രണ്ട്സിലെ അരവിന്ദൻ സിദ്ദിഖ് മനസ്സിൽ വിചാരിച്ചതുപോലെ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞോ? അത് ഞാൻ ഇതുവരെ സിദ്ദിഖിനോട് ഞാൻ ചോദിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ജയറാമിൻ്റെ ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. അയാളുടെ ഒരു ഹ്യൂമറും ഉണ്ട്, ഒപ്പം ഒരു ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നിൽക്കുന്ന വേദനയും അയാൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, ഈ ഫ്രണ്ടിനും വൈഫിനും ഇടയിൽ കിടന്ന് അനുഭവിക്കുന്ന വേദനയും ഒക്കെ ഗംഭീരമായിട്ട് ജയറാം ചെയ്തിട്ടുണ്ട്. ജയറാം നേരത്തെ പറഞ്ഞ ഒരു സൂചന എന്ന് പറഞ്ഞാൽ റാംജി റാവുവിൽ ആദ്യം സായികുമാറിൻ്റെ വേഷത്തിൽ ജയറാമിനെ ആയിരുന്നു നമ്മൾ കാസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ജയറാമിൻ്റെ മനസ്സിൽ നിന്ന് ആ സൂചന പോയിട്ടില്ല, അതൊരു വേദനയായിട്ട് കിടക്കുകയാണ്. അത് ഞങ്ങൾ ജയറാമിനെയാണ് ഫിക്സ് ചെയ്തിരുന്നത്. കാരണം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ആളാണല്ലോ. പക്ഷെ അന്നെന്തോ ജയറാമിന് ആ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചില്ല. പലപ്പോഴും മാറി പോയത്. അങ്ങനെയാണ് പിന്നെ ജയറാം ഇല്ല എന്ന് പറഞ്ഞു. ജയറാം ഒരുപക്ഷെ എപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നതാണ് മലയാളത്തിലൊരു പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള സിനിമയിൽ ഭാഗവാക്കാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. തീർച്ചയായിട്ടും അത് ഇപ്പോൾ എല്ലാവരും വേദനിക്കുമല്ലോ. അത് ചില ഡിസിഷൻസ് നമ്മുടെ തെറ്റാകുമ്പോൾ നമുക്ക് വേദന തോന്നും. അതിൽ ജയറാം വന്നിരുന്നെങ്കിലും വലിയ വ്യത്യാസം ഉണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ സായികുമാർ എന്ന് പറയുന്നൊരു നടൻ മലയാളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അതെ, അതാണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന് പറയുന്ന മഹാനായ ഒരു നടൻ്റെ ഒരു പിൻതലമുറക്കാരൻ മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയായിരിക്കാം ചിലപ്പോൾ ജയറാമിനെ കൊണ്ട് നോ പറയിപ്പിച്ചു. ദൈവം എല്ലാത്തിനും അങ്ങനെയാണ്. ജയറാം നോ പറയാൻ കാരണം എന്താണ്? ആക്ച്വലി അത് ജയറാമിനോട് തന്നെ ചോദിക്കണം. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ജയറാമിന് നമ്മളോടുള്ള വിശ്വാസം, കാരണം ജയറാം അപ്കമിങ് ആണ്, തുടങ്ങി വരുന്ന ഒരു കരിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ. മറ്റേ അഭരനൊക്കെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്താണ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കുന്നതാണ് സേഫ് എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിനെയും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എല്ലാം സംഭവമായി യുഗേ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ എല്ലാം നല്ലത് വരുമ്പോഴും അല്ലേ, നല്ലത് വരുമ്പോഴും ചീത്ത വരുമ്പോഴും സ്ത്രീ കഥാപാത്രങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം സിദ്ദിഖിൻ്റെ പല സിനിമയിലും അങ്ങനെ വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷേ ചില സിനിമകളിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു റോള് ക്രോണിക് ബാച്ചിലറിൽ നല്ല സാന്നിധ്യമുണ്ട്. ബോഡി ഗാർഡ് വളരെ സ്ട്രോങ് ആണ്. ഇപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ അതിൽ 3 സ്ത്രീ കഥാപാത്രങ്ങൾ, 3-4 സ്ത്രീ. ഒരുപക്ഷെ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കുറച്ചുകൂടി വേണമെങ്കിൽ സിദ്ദിഖിന് വേണം ചെയ്യാമായിരുന്നു. ഇനിയും എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളെപ്പോഴും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ത്രില്ല. അല്ലെങ്കിൽ നമ്മൾ സ്റ്റൈലായി പോകും, ഒരേ തരം സിനിമകൾ ടൈപ്പായി പോകും. ഒരു ചോദ്യം കൂടെ. നമസ്കാരം സിദ്ദിഖ് സാർ. എനിക്കുമുണ്ട് സാറിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാനായിട്ട്. മറ്റൊന്നുമല്ല, സാറിൻ്റെ ചിത്രങ്ങളിലെല്ലാം പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കും. അത് ഒരു ചെറിയ ക്യാരക്ടറാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്ട്രോങ് സ്പേസ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് സാറ്, പ്രത്യേകിച്ച് എൻ്റെയും ക്യാരക്ടർ ബോഡി ഗാർഡിലെ ആണെങ്കിലും സാർ തന്നിട്ടുള്ള ക്യാരക്ടേഴ്സും വളരെ സ്ട്രോങ് ആയിരുന്നു. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ, എങ്ങനെയാണ് സാർ ഈ ഒരു ക്യാരക്ടേഴ്സിനെ എഴുതുമ്പോൾ സാറിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടായിട്ടാണോ? എങ്ങനെയാണ് സാർ ഇൻസ്പയർ ചെയ്യുന്നത് ഇത്തരം കഥാപാത്രങ്ങൾ? ഇതാണ് എൻ്റെ ചോദ്യം. ഇതിപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മാത്രമല്ല, എല്ലാ കഥാപാത്രങ്ങളെയും നമ്മൾ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ പണ്ട് ഒരുപാട് കാലം ഷോ പീസുകളായിരുന്നു നമ്മുടെ മലയാള സിനിമ. അതെ, നായകന് പ്രേമിക്കാൻ അല്ലെങ്കിൽ പാട്ട് പാടാൻ. ഇപ്പോഴും തമിഴിലും ഒക്കെ സ്ഥിതി അതൊക്കെ തന്നെയാണ്. മനം ചുറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപകരണമാണ്. ഇപ്പോൾ തമിഴിലും ബഹുഭൂരിപക്ഷം സിനിമകളിലും അങ്ങനെ തന്നെയാണ്. ഒരു പാട്ട്, കുറച്ച് പ്രേമരംഗങ്ങൾ, കുറച്ച് കോമഡി, അതേ ഉള്ളൂ. മെയിൻ കഥയിലേക്ക് അവർ കയറില്ല. ചില കഥാപാത്രങ്ങൾ ഇപ്പം ഇത്ര ചോദിച്ചത് കണ്ടുകൊണ്ടാണോ അങ്ങനെയല്ല. നമ്മൾ ഉണ്ടാക്കി വന്നിട്ട് നമ്മളിങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കും. ആരെങ്കിലും കറക്റ്റായിട്ട് വരുമ്പോൾ ഈ ആൾ ഈ കറക്റ്റിന് കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ വരും. ബോളിവുഡിലും കോളിവുഡിലൊക്കെ പോയിട്ട് സിദ്ദിഖിന് ചെറിയൊരു ദുശീലം പിടിച്ചു എന്നാരോ പറഞ്ഞു. പേടിക്കണ്ട കേട്ടോ, ഞാൻ വേറെ ചോദ്യം ചോദിക്കില്ല. അല്ല, ദുശീലം എന്തായാലും ദുശീലം തന്നെയാണല്ലോ. സിനിമയിലേക്ക് എടുക്കുന്ന കാര്യത്തിലാണ് ബജറ്റ് കൂട്ടി കുറച്ചും കൂടി ഒന്ന് ഒരു തിളക്കവും പഴക്കവും ആകാമെന്ന് വിചാരിച്ചു. എൻ്റെ പുല്ലേപ്പടിയിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചോ എന്ന് ചില ആൾക്കാർ ശങ്കിച്ചു. ആയിട്ടില്ല, ചോദ്യം പൂർത്തിയായിട്ടില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ
സിദ്ദിഖിൽ നിന്ന് വലിയൊരു കൊമേഴ്സ്യൽ വിജയം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത്രത്തോളം ഒരു വിജയം കൊമേഴ്സ്യലായിട്ട് ആയിരിക്കട്ടെ. അത് നമ്മളുടെ ഡിസിഷനല്ല, അത് പ്രേക്ഷകൻ്റെ ഡിസിഷനാണ്. ഇപ്പോൾ ഒരു ഫ്ലോപ്പ് ആകരുത് എന്ന് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. ആ ഫ്ലോപ്പ് ആകാതിരിക്കുന്നിടത്തോളം കാലം എല്ലാം സക്സസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇനി വേറെ ഭാഷയിൽ പറ്റൂ? തീർച്ചയായിട്ടും. അതിൻ്റെ സോള് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ തന്നെ ഒരു ഐഡിയോളജിയാണ് അതിൽ. വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എല്ലാം നല്ലതിനാണ്. ജീവിതത്തിൽ വരുന്ന ഓരോ വീഴ്ചകളും ഒരു വലിയ കയറ്റത്തിലേക്കുള്ളത് ഒരു പാഠമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാനെ ഉപേക്ഷിക്കാൻ വേണ്ടി താങ്കൾ തയ്യാറല്ല. അത് ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ഒരാൾ കൂടി ഇവിടെ ഉണ്ട്. വരട്ടെ. ബിഗ് ഹലോ ടു യു സിദ്ദിഖേട്ട ഫ്രം മൈ സൈഡ്. ഇത്ര വർഷങ്ങളായിട്ട് നിങ്ങൾ സിനിമയിലുണ്ട്. കുറേ ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് കൂടെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ എനിക്ക് 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന് പേഴ്സണലാണ്, ഇത് ഞാൻ നിങ്ങളുടെ കൂടെ നേരെ ചോദിച്ചില്ല. ബട്ട് ഐ വോണ്ട് ടു നോ വാട്ട് ഡു യു തിങ്ക് ഇസ് ദ ബിഗസ്റ്റ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് മീ ആസ് എൻ ആക്ട്രസ് വർക്കിംഗ് വിത്ത് യു? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ആസ് എ ബിഗസ്റ്റ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് മീ ആസ് എൻ ആക്ട്രസ്? നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം, ഹൗ ആർ യു സോ ഹംബിൾ? ഇത്ര വർഷങ്ങളായിട്ട് ഇത്ര നടന്മാരോടൊക്കെ ജോലി ചെയ്തിട്ടും എന്താണ് ആ ഗ്രൗണ്ടിങ് ഫോഴ്സ് ദാറ്റ് മേക്സ് യു കീപ് യു സോ ഹംബിൾ? സത്യത്തിൽ 2 ചോദ്യം. ആദ്യത്തെ ചോദ്യം, അവസാന ചോദ്യം പറ. അവസാനത്തെ ചോദ്യം അതെൻ്റെ നേച്ചറാണ്. അത് പെഡിഗ്രിയാണ്, വിത്താണ്. നമ്മൾ ഇങ്ങനെ ആകാനേ എനിക്ക് പറ്റുള്ളൂ. അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇനിയിപ്പോൾ മനഃപൂർവ്വമാണെന്ന് ആളുകൾ പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് എൻ്റെ ഹിന്ദിയിലൊക്കെ പോയിട്ട് റോയ്സ് കാറിൽ നിന്നോ അല്ലെങ്കിൽ ബെൻസിൽ നിന്നൊക്കെ താഴേക്ക് ചാടി ഇറങ്ങി ഇങ്ങനെയൊക്കെ പോയി അങ്ങനെയൊക്കെ നിൽക്കണ്ടേ സിദ്ദിഖ്? ഒരു സിനിമാ സംവിധായകൻ അത് അഭിനയമാവും. അപ്പം ഞാനല്ലാതെ ഞാൻ വേറൊരാളായിട്ട് അഭിനയിക്കണ്ടേ? അല്ലേ? 2 പത്മപ്രിയയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും. എനിക്ക് തോന്നുന്നത് വളരെ ക്യൂരിയസ് ആണ് പത്മപ്രിയ. സ്റ്റുഡിയസ് ആണ്, വളരെ സ്റ്റുഡിയസ് ആണ്. എല്ലാം ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ഒരു ശ്രമമുണ്ട്, ത്വരയുണ്ട്. വീക്ക്നെസ് പത്മപ്രിയ എനിക്ക് തോന്നുന്നത് ഒരു ആക്ട്രസ് എന്നുള്ളതിനേക്കാളും വളരെ ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ്. വീക്ക്നെസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള അത്രയും വേണ്ട പല കാര്യങ്ങളും നമ്മൾ അത്രയും കൂടുതൽ അറിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മർമ്മം അറിഞ്ഞവനെ അടിക്കാൻ പറ്റില്ല എന്ന് പറയത്തില്ലേ? നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി, ബാക്കി നമ്മൾ അനുഭവം കൊണ്ട് അറിയുന്നതാണ് നല്ലത്. എല്ലാം പഠിച്ച് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്തവനായി പോകും. ഉയരമില്ലെങ്കിലും വലിയ ഉയരമുള്ള ഒരാളുണ്ട്. വരട്ടെ. ഒരു ദിവസം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് സാറിൻ്റെ റൂമിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സാറിനോട് കഥ പറയാം. ഞാൻ അവിടെ നിന്ന് ഈ കഥ എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ പറയുന്ന കഥ ബാലരമയിലെ മായാവിയുടെയും ലുട്ടാപ്പിയുടെയും അതുപോലെ കൂട്ടുസൻ്റെയൊക്കെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ക്ഷമയോടുകൂടി ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ സാർ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയും തോന്നി. സാറിന് എങ്ങനെ ഇത്രയും ക്ഷമ കിട്ടിയെന്ന് ആലോചിക്കുകയും ഞാൻ ചെയ്തു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇത്രയും ക്ഷമയുണ്ടാകാൻ സാറ് എന്താണ് ചെയ്യുന്നത്? ഇത്രയും ഒരു എന്താ പറയുക, ഈ ഒരു മനുഷ്യനാകാൻ എന്നൊക്കെ പറയില്ലേ, ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഇതാണ് എനിക്കറിയേണ്ടത്. ഇപ്പോഴും സിദ്ദിഖ് ഈ കുട്ടൂസും മായാവിയൊക്കെ വായിച്ച് രസിക്കുമോ? അല്ല, ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളൊരു കഥ, ഒരു പുതിയ കഥ എന്ന് പറഞ്ഞോ, ഞാൻ പറഞ്ഞു ഞാൻ കഥകൾ എടുക്കാറില്ല, സാർ ഇതിന് കേട്ടിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ മതി, വളരെ പുതിയ കഥയാണ്, ഇതുവരെയും ആരും ചെയ്യാത്ത കഥയാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി തുടങ്ങുന്നത് കുട്ടൂസനും ഇവരെയൊക്കെ സിനിമയിൽ കൊണ്ടുവന്നിട്ട്. അപ്പം ഞാനിത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇത് നിർത്താൻ പറയാൻ പറ്റുമോ? കാരണം എൻ്റെ മുന്നേ ഞാൻ പെട്ടിരിക്കുന്ന ഒരു ഗതികേട് എന്ന് മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ഞാനത് പുറത്ത് കാണിക്കുന്നില്ല. കാരണം അവൻ ഇങ്ങനെ ആവേശത്തോടു കൂടി പറയണം. സാറേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഇതിനകത്ത് എന്താണ് നിങ്ങൾ പുതുമ എന്ന് പറഞ്ഞു. അല്ല സാർ, ഇതൊന്നും സിനിമയിൽ വന്നിട്ടില്ല. കുട്ടൂസിനൊക്കെ നമ്മൾ ചിത്രകഥയിലേ വന്നിട്ടുള്ളൂ. ഞാൻ അവരെ വെച്ചൊരു ഫുൾ കഥ ഉണ്ടാക്കിയില്ലേ. ഞാൻ പറഞ്ഞു അത് ശരിയാണ്, പക്ഷെ അതൊന്നും ആളുകൾക്ക് വേണ്ട. ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കി ഉണ്ടപ്പക്രൂരിനെ വെച്ചിട്ട് എടുത്തോളൂ, സംവിധായകൻ ഉണ്ടപ്പക്രൂരിനെ ആയിക്കോളൂ എന്ന് പറഞ്ഞങ്ങ് ഒഴിവാക്കിയോ? ഇല്ല, അതൊന്നുമല്ല. ഞാൻ അവർക്ക് പറഞ്ഞു ഇങ്ങനത്തെ കഥകൾ ലാലാണ് പറയാം, ഇതൊരു ബെസ്റ്റ് ആൾ ഉണ്ടപ്പക്രൂരാണ് എന്ന് പറഞ്ഞ് അങ്ങ് കൂട്ടിപ്പിടിച്ചു കൊടുത്തേനെ. നമുക്ക് കിട്ടിയ ഉപദ്രവം വേറൊരാളെ പാര വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു ഇനി ഇത്തരം കഥകളും ഒന്നും ആരോട് പറയരുത്, നമ്മളെക്കുറിച്ചുള്ള വില പോകും. നിങ്ങൾ നല്ല കഥകളുണ്ടാക്കി ആദ്യം നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ പറയുക, എന്നിട്ട് കുറച്ചുകൂടി അവരൊക്കെ നല്ലതാണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു സാറേ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂട്ടുകാർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂട്ടുകാരല്ല, ചതിക്കായിരുന്നു നിങ്ങളെ. വേറെ വല്ലവരോടാണ് നിങ്ങൾ ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ 2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളെ ചീത്ത പറഞ്ഞ കേൾക്കുക. എന്തായാലും ഉണ്ടപ്പക്രൂരിന് പോലെ ഒരു വിസ്മയമായി അത് സിദ്ദിഖ് എന്നുള്ള ഈ വലിയൊരു വ്യക്തിയുടെ അദ്ദേഹം ഉദ്ദേശിച്ച എളിമ, ഹ്യൂമിലിറ്റി, ഇത് സിദ്ദിഖ് പറയും ഇത് എൻ്റെ ജാതകത്തിലുള്ളതാണ്, ജാത്യാലുള്ളത് തൂത്താ പോവില്ല.
പക്ഷേ ഒരുപാട് മറ്റ് ഭാഷകളിൽ നിന്നും സംശീകരിക്കാനുള്ള ഒരുപാട് ഗുണങ്ങൾ ഇനി കിടക്കുകയാണ് സിദ്ദിഖിനെ അടുത്ത വട്ടം ഈ JB ജംഗ്ഷനിൽ കാണുമ്പോൾ ബോളിവുഡിൽ കോളിവുഡിൽ വലിയൊരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു സംവിധായകനും സിനിമാ ശില്പിയും ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇതേപോലെ ചിരിച്ച മുഖത്തോടുകൂടി സന്തോഷത്തോടുകൂടി എൻ്റെ സ്പേസിൽ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഞാനായിരിക്കട്ടെ അന്നും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ ഈ സന്തോഷം എപ്പോഴും ഉണ്ടാകട്ടെ. സിദ്ദിഖ്, ഇത്രയും സമയം ഞങ്ങളുമായി പങ്കുവച്ചത് വളരെ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.